he on honey dew had fed and drank the milk of paradise. അതുപോലൊരു പ്രതീകാത്മകമായ പ്രാധാന്യം ഈ ഇലഞ്ഞിമരത്തിനുണ്ട്. വനംവകുപ്പിൻ്റെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരാണിതായിരുന്നു 360 വർഷം പഴക്കമുണ്ടെന്ന് അവരാണ് കണ്ടുപിടിച്ചത്. 350 വർഷമുള്ള ഒരു മരത്തെ താഴേക്കാൻ ഒരാൾ മുമ്പോട്ട് വന്നത് വലിയ കാര്യമാണ്. ഞങ്ങളുടെ ഈ ജനറേഷൻസ് മുഴുവൻ ഇത് കാത്തു സൂക്ഷിക്കും. അത് ആനന്ദബോസ് സാറുമായിട്ട് എനിക്ക് പണ്ടുതൊട്ട വളരെ അടുത്ത ആത്മബന്ധമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിനൊരു പവലിയൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ജനറേഷൻസിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും, കാണാൻ പറ്റും. അദ്ദേഹം ഈ ഇലഞ്ഞിയെ പറ്റി ഒരു കവിത രചിച്ചിട്ടുണ്ട്. നമസ്കാരം. 363 വർഷത്തോളം പഴക്കമുള്ള ഒരു ഇലഞ്ഞിമരം കോട്ടയം താഴത്തങ്ങടിയിലെ കൊച്ചേട്ട് വീട്ടിൽ അത് തലമുറകളായി സംരക്ഷിച്ച് പോരുകയാണ്. ഇപ്പോൾ ആഞ്ഞിൽ മരത്തിന് കൂട്ടായി ഒരു പവലിയനും കൂടി ഒരുക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ ഗവർണറായ CV ആനന്ദ് ബോസാണ് ഈ പവലിയൻ ഉദ്ഘാടനം ചെയ്തത്. ഈ ഇലഞ്ഞിമരം സംരക്ഷിക്കുന്ന ഈ വീട്ടിലെ ഗൃഹനാഥനായ KJ ജേക്കബ് നമുക്കൊപ്പം ചേരുകയാണ്. കൊച്ചുമോനുമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇലഞ്ഞിമരത്തിൻ്റെ ആ പ്രത്യേകത തലമുറകളായി ഇങ്ങനെ കൈമാറുകയാണല്ലേ? ഇത് ആക്ച്വലി എൻ്റെ പിതാവ് ഇത് സംരക്ഷിച്ചാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം അത് എന്നെ മദറിനോട് ഇത് സംരക്ഷിക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അതിനുശേഷം ഞാനായി ഇതിൻ്റെ ഉടമസ്ഥൻ. അപ്പം ഞാനിത് സംരക്ഷിക്കുവാണ്. എൻ്റെ മകൻ ഉണ്ട്, ഇത് കൊച്ചുമോനാണ്. ഞങ്ങളുടെ ഈ ജനറേഷൻസ് മുഴുവൻ ഇത് കാത്തു സൂക്ഷിക്കും. അത് ആനന്ദബോസ് സാറുമായിട്ട് എനിക്ക് പണ്ടുതൊട്ട വളരെ അടുത്ത ആത്മബന്ധമുണ്ട്. അദ്ദേഹം വരുമ്പോൾ ഈ ഇലഞ്ഞിയെപ്പറ്റി വാചാലനാവും. ഇതൊരു കവിത രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ 3 തൈകളെ കൽക്കട്ട രാജ്ഭവനിൽ കൊണ്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലൊന്നിന് കൊച്ചേട്ട് ഇലഞ്ഞി, ഈ ഇലഞ്ഞിയുടെ പേരാണ് അദ്ദേഹം ഇട്ടത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിനൊരു പവലിയൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ജനറേഷൻസിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും, കാണാൻ പറ്റും. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇതിൻ്റെ അവാർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോകും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പവലിയൻ ഉണ്ടാക്കാൻ, പക്ഷേ സാറ് വന്ന് ഉദ്ഘാടനം ചെയ്യണം. അദ്ദേഹം വാക്ക് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്യണം, രാജു പണിയാൻ പറഞ്ഞു. എന്നെ രാജു എന്നാണ് വിളിക്കുന്നത്, എൻ്റെ പെറ്റ് നെയിം. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഞാനിത് പണിതു, അദ്ദേഹം വന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ ഇലഞ്ഞിമരം ഒരു താരമാണ്. കാരണം ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒത്തിരി അവാർഡ് കിട്ടിയിട്ടുണ്ട്. റോട്ടറിയുടെയും ഓയിസ്ക, അതുപോലെ നാട്ടിലുള്ള പല പല ഓർഗനൈസേഷൻസ് അവരൊക്കെ ഇതിന് അവാർഡ് തന്നു. വൃക്ഷമുത്തശ്ശിന്ന് പറഞ്ഞ അവാർഡ് തന്നു. അതിനെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു എന്നെയും എൻ്റെ വൈഫിനെയും അവർ അവാർഡ് തന്നു, ആദരിച്ചു. അപ്പോൾ അതെല്ലാം ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ വനംവകുപ്പൊക്കെ വനംവകുപ്പിൻ്റെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരാണിതായിരുന്നു 360 വർഷം പഴക്കമുണ്ടെന്ന് അവരാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഏതായാലും ഇന്നൊരു ഫംഗ്ഷൻ നല്ല രീതിയിൽ നടന്നു അല്ലേ? അതെ, ഒരു കവിതയൊക്കെ ചൊല്ലി. അതെ, അദ്ദേഹം ഈ ഇലഞ്ഞിയെ പറ്റി ഒരു കവിത രചിച്ചിട്ടുണ്ട്. അത് കൽക്കട്ടയിലും ഈ കുട്ടി തന്നെ വന്ന് ഞങ്ങളോട് വന്നിട്ട് അവിടെ ആലപിച്ചിട്ടുണ്ട്. ഇന്നും ആ കുട്ടിയെ കൊണ്ട് തന്നെയാണ് ഞങ്ങളെ കവിത എല്ലിച്ചത്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ജന്മദിന ആഘോഷം കൂടെ നടന്നു. അതെ, ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്, 75th ബർത്ത്ഡേ ആണ്. അതോടെ കൂട്ടിയാണ് ഇന്നിപ്പോൾ അതിനുള്ള ഒഫീഷ്യൽ ഫംഗ്ഷൻ പുറകെയുണ്ട്. ഞങ്ങൾ വേറെ പൗര പ്രമുഖരെ എല്ലാവരും വിളിച്ചിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ അത് ആരംഭിച്ചു. എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം? ബാല്യകാല സുഹൃത്താണ്. 35 ബാലമല്ല, അദ്ദേഹം IAS ഓഫീസർ ആയിരുന്നപ്പോൾ തൊട്ടുള്ള ബന്ധമാണ്. 35 വർഷമാണ് ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പാണ്. ബഷീറിൻ്റെ മംഗോസ്റ്റിൻ പള്ളി എൻ്റെ എളിയ സാഹിത്യ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള പ്രതീകാത്മകമായ ഒരു മരമാണ്. ഞാൻ ഈ ഇലഞ്ഞിമരം ആദ്യം എന്നെ രാജു കാണിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഇലഞ്ഞിമരമാണ്. ഞങ്ങളുടെ അമ്മൂമ്മയ്ക്ക് മുത്തശ്ശിക്ക് വളരെ ഇഷ്ടമുള്ള മരമായിരുന്നു. പക്ഷെ ഒരിക്കലും അത് കാറ്റത്ത് പടർന്ന് വീണു. അതിൻ്റെ ഒരു ഓർമ്മ ഈ ഇലഞ്ഞിമരം കാണുമ്പോൾ എനിക്കുണ്ടാവും. എൻ്റെ ആദ്യത്തെ കഥാസമാഹാരത്തിന് DC പബ്ലിഷ് ചെയ്തതാണ്. അതിന് ആദ്യം കൊടുത്തിരുന്ന ടൈറ്റിൽ ഇലഞ്ഞിപ്പൂക്കൾ ചിരിക്കും കാലം എന്നാണ്. ഈ ഇലഞ്ഞി ചിരിക്കുന്നതും പൂക്കുന്നതും ഒക്കെ എനിക്കറിയാം. മംഗോസിന്റെ പ്രാധാന്യം പ്രതീകാത്മകമായ ഇലഞ്ഞിമരത്തിന് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സാഹിത്യ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇലഞ്ഞിമരത്തെക്കുറിച്ച് കവിത പെട്ടെന്നാണ്. ഒരു ഇലഞ്ഞിമരത്തിൻ്റെ പ്രണയിനി ആണ് കാമദേവൻ. കാമദേവനോട് ഒരിക്കൽ ഇലഞ്ഞിമരം ചോദിക്കുന്നു, നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നിന്റെ ആവനാഴിയിൽ 5 പൂക്കൾ, പൂവമ്പൻ എന്നാണല്ലോ പറയുന്നത്. ആവനാഴിയിൽ പൂക്കളിട്ടാണ് കാമദേവൻ നടക്കുന്നത്. ഈ 5 പൂക്കളിൽ നീ എന്നെ ഉൾപ്പെടുത്തിയില്ല, എന്തുകൊണ്ട്? അപ്പോൾ പറഞ്ഞു, നിന്നെ ഈ ആവനാഴിയിൽ വെക്കാനുള്ളതല്ല, നിന്നെ എൻ്റെ ശരീരത്ത് അണിയാനുള്ള മാലയായിട്ട് അണിയാനുള്ളതാണ്, മാറിടത്തിൽ. പിന്നെ എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല? മോളെ, നിങ്ങൾക്കറിയാമല്ലോ, പരമേശ്വരൻ മുക്കണ്ണതൊന്ന് നോക്കിയപ്പോൾ ഞാൻ ഭസ്മമായി പോയി, എനിക്ക് മാറിടമില്ല. അതുകൊണ്ട് നിന്നെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അതാണ് ഈ കവിതയുടെ ചുരുക്കം. പ്രണയത്തിൻ്റെ ഏറ്റവും എനിക്ക് തോന്നിയ ഉദാത്ത ഭാവം
അതായത് കോളറിഞ്ച് പറയാറുണ്ട്, ഹി ഓൺ ഹണി ഡ്യൂ ഹാത്ത് ഫെഡ് ആൻഡ് ഡ്രാങ്ക് ദ മിൽക്ക് ഓഫ് പാരഡൈസ്. അതുപോലൊരു പ്രതീകാത്മകമായ പ്രാധാന്യം ഈ ഇലഞ്ഞി മരത്തിനുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ചീഫും അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക മായാവ് ഗോപിനാഥിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാട്ടിൽ ധാരാളം മരങ്ങൾ, അതിനിടയിൽ ഒരു വലിയ വടവൃക്ഷമുണ്ട്, ഒപ്പം ഒരു ഇലഞ്ഞി മരവുമുണ്ട്. വടവൃക്ഷ കുട്ടികൾക്ക് തോന്നി ഈ കാട് നമ്മുടേതാണ്, കാട് മരങ്ങളുടേതാണ്, മരങ്ങൾ തിങ്ങിപ്പാർക്കുന്നതുകൊണ്ടാണല്ലോ കാട് കാടാകുന്നത്. എന്തിനിവിടെ മൃഗങ്ങൾ വരുന്നു? മൃഗങ്ങളെ ഇനി കാട്ടിൽ കയറ്റില്ല. മൃഗങ്ങൾക്കെതിരായ ഒരു യുദ്ധം ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഒരൊറ്റ മൃഗത്തെ പോലും കാട്ടിൽ ഞങ്ങൾ കയറ്റില്ല. ഒരു ലെപ്പേഡ് വന്നു, പുള്ളിപ്പുലി വന്നു, ഒരു മരത്തിന്റെ ശിഖരത്തിലേക്ക് ചാടിക്കയറി. ആ മരത്തിന്റെ ശിഖരം ഇളകി 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 ഈ പുള്ളിപ്പുലിയെ താഴെ ഇട്ടതിന്റെ തവിട് പൊടിയാക്കി. കുരങ്ങന്മാർ വന്ന് ചാടാൻ തുടങ്ങി. മരങ്ങൾ സമ്മതിച്ചില്ല, അവരെയും തള്ളി താഴെയിട്ടു. പക്ഷികളെ വരാൻ സമ്മതിച്ച്, ചേക്കാരാൻ സമ്മതിച്ചില്ല, എല്ലാത്തിനെയും നശിപ്പിച്ചു. മൃഗങ്ങൾ, ആനയും കുതിരയും കാട്ടുപോത്തും കരടിയും സിംഹവും പുലിയും ഒക്കെ കാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി. ഒരു ദിവസം രാത്രി വെളുപ്പം കാലത്ത് ഈ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത മരം ചോദിക്കുന്നു, എന്തോ എനിക്കൊരു വേദന, എന്തോ മൂർച്ചയുള്ളത് എന്റെ മേൽ വന്ന് പതിക്കുന്നു. അപ്പോൾ ഇലഞ്ഞി മരം പറഞ്ഞു, മോനെ, ഇതിന്റെ കാരണം നിനക്കറിയാമോ? കാട്ടിൽ മൃഗങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ, വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ആരും മരം വെട്ടാൻ വന്നിരുന്നില്ല, ഒളികൊണ്ട് വന്നിരുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് സംരക്ഷണം തന്നത് മൃഗങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കാട്ടിൽ മൃഗങ്ങൾ വേണം, മൃഗങ്ങൾ വേണം, മരങ്ങളും വേണം എന്ന് പറഞ്ഞത് ഇലഞ്ഞി മരമാണ്. ഇലഞ്ഞി മരം സമാധാനത്തിന്റെ കൂടി പ്രതീകമാണ്. ഈ കഥ എന്നോട് പറഞ്ഞത് ഫോറസ്റ്റുമായിട്ട് ബന്ധമുള്ള ഫോറസ്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ് മായാഗോപിനാഥാണ്. നന്ദിയുണ്ട്. ഏതായാലും മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ പ്രതീകമായി ഒരു മരത്തെ 350 വർഷമുള്ള ഒരു മരത്തെ താലോലിക്കാൻ ഒരാൾ മുൻപോട്ട് വന്നു എന്നത് വലിയ കാര്യമാണ്. പ്രകൃതിയോടും മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ കാര്യം.